ഇത്രയും കാലമായിട്ട് ആദ്യമായിട്ടാണ് എന്നോട് ഇത്ര സന്തോഷത്തോടെ സ്നേഹത്തോടെയും വർത്താനം പറഞ്ഞത്. ആദ്യമൊക്കെ ഉമ്മ വിളിക്കണോടത്തേക്ക് താത്ത ഓടി വരലായിരുന്നു. ഇപ്പൊ താത്ത വിളിക്കണോടത്തേക്ക് ഉമ്മ ചെല്ലണം. ഈ മരം അങ്ങോട്ട് മുറിച്ചാ മതിയായിരുന്നു. അടിച്ചോരി വാക്കുള്ളവരെ ഊരും പുറം കൊന്നാ അവരോട്. ആ ചോറ് ഊറ്റിയില്ലേ? അതൊരാൾ കിടന്ന് പായസായ ആ ഊറ്റിക്കണമ്മ. ഇപ്പാക്കുള്ള കഞ്ഞിയത് മൂടി വെച്ചിക്കണ. ആ ഇപ്പാക്ക് ഇനിയിപ്പോ എന്താ കഞ്ഞിക്ക് കൂട്ടാൻ കൊടുക്ക? അല്ലെങ്കിൽ എന്താ ഈ മീൻ നന്നാക്കിങ്ങാണ്ടേ രണ്ടെണ്ണം തന്നെ പൊരിച്ചാളെ ഇത് കൂട്ടി കഞ്ഞി കൊടുക്കാം. എന്താ മീന്? എന്താ സൽമ? അല്ല അനക്ക് ഈ മാസം വയറുവേന ഉണ്ടായിട്ടില്ല? ഇല്ലമ്മ, ഡേറ്റ് കഴിഞ്ഞിട്ട് 2-3 ആഴ്ചയായി. അൽഹംദുലില്ലാ, ഇന്ന് അതന്നെ ഇത്. എന്തായാലും എന്റെ കുട്ടിക്കൊരു വാപ്പ അയാളുടെ യോഗ ഉണ്ടായല്ലോ. അമ്മക്ക് സന്തോഷായി. ഞാൻ ഈ കാര്യം ഇപ്പാനോടൊക്കെ ഒന്ന് പറയട്ടെട്ടാ. ഞാൻ മീനിന്റെ പൊതി തൊടാൻ നിൽക്കണ്ട. അതവിടെ വെച്ചിട്ട് അവിടെ നിന്ന് മാറി നാളെ. അതൊക്കെ ഉമ്മ ചെയ്തോളാം. ഇമ്മ ഇത്രയും കാലമായിട്ട് ആദ്യമായിട്ടാണ് എന്നോട് ഇത്ര സന്തോഷത്തോടെ സ്നേഹത്തോടെയും വർത്താനം പറഞ്ഞത്. ഈ മരം അങ്ങോട്ട് മുറിച്ചാ മതിയായിരുന്നു. അടിച്ചോരി വാക്കുള്ളവരെ ഊരും പുറം കൊന്നാ അവരോട്. എന്താ ഈ പോക്ക് പോവുകയാണെന്ന് വെച്ചാൽ 5-6 മാസം കഴിയുമ്പോത്തിന് ബാക്കിയുള്ളവരെ നാട്ടു പൊടിയൂ. ഒന്ന് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ആ കോളേജിൽ പോണതിന്റെ മുമ്പ് മുട്ടെങ്കിലും ഒന്ന് അടിച്ചോരാൻ പറഞ്ഞ പെണ്ണ് കേൾക്കൂല. 2-3 മാസമായപ്പോ തന്നെ എന്റെ മുട്ടൊന്നും നിലത്ത് വെക്കാൻ പറ്റാതായിക്കണ്. എന്താ ഒരു ചായ പരിപാടി കഴിഞ്ഞപ്പോ തന്നെ എത്രയോ ഒരു പാത്രങ്ങളാ മോറാനെ. ഇതൊക്കെ ഒന്ന് തീർന്നതെങ്കിൽ എപ്പോഴാണ്? ഈ പെണ്ണൊന്നും കോളേജിൽ പോണില്ലാണാവോ? നേരെ എത്ര ഇരിക്കണേ? കുഞ്ഞോളെ കുഞ്ഞോളെ ഈ ഷ്രഗ് ഈ ഡ്രസ്സിനൊരു മാച്ചില്ലേ? വേറെ ഇതിട്ടാലോ? ഇതിടാം. ഈ കളറും ഒരു ഗുമ്മില്ല. ബ്ലാക്ക് ഡ്രസ്സിലേക്ക് ഗ്രീന് ചേരൂലല്ലേ? ഇതും വേണ്ട. വൈറ്റ് ഇട്ട് നോക്കിയാലോ? വൈറ്റ് ഇട്ടിട്ടും ഒരു ഗുമ്മണ്ട് കിട്ടണില്ല. വേണ്ട, റെഡ് തന്നെ മതി. ഇതല്ല ഇപ്പൊ ഓക്കെ. ഇന്റെ ലഞ്ച് ബോക്സ് എന്തേമാ? ഓ ഒരുങ്ങി കഴിഞ്ഞാ നേരെ സുബൈക്ക് തുടങ്ങിയതല്ലാണ്ട് ഒരുക്കോ? രാവിലെ നീട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ 4 ഓറെങ്കിലും ഒന്ന് അടിച്ചൊരു തന്നൂടെ എന്റെ കുഞ്ഞോളെ. എന്തോരം പണിയോട് ഉണ്ടിച്ചിട്ട് എനിക്ക്. അമ്മ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എനിക്ക് എക്സാം എടുത്തിരിക്കാം. അല്ലെങ്കിലും എനിക്ക് പഠിക്കാനുള്ള തന്നെ തീർന്നിട്ടില്ല.
ഒരു എക്സാമിന്റെ പേരും പറഞ്ഞാണ്ട് ഇന്നലെ ഞായറാഴ്ച ഒരു ദിവസം ഒഴിവുണ്ടായിട്ടും കൂടി ഇജി അതൊന്നും തുടച്ചെന്നില്ലല്ലോ. ബാക്കിയുള്ള ഒരു പണിയെടുത്തിട്ട് ഇല്ലാണ്ടാകും. കാക്കാന്റെ കല്യാണ ശേഷം ഇമ്മ ഇവിടെ കാര്യമായിട്ട് പണികളൊന്നും ചെയ്തില്ലല്ലോ. ഒക്കെ മറന്നു പോകാതിരിക്കാൻ ഇടക്ക് നല്ലതമ്മ. അല്ലടി, ഞാൻ ആലോചിക്കുന്നു, ഇനിയിപ്പോ ഡോക്ടർ പറഞ്ഞ പോലെ പ്രസവം വരെ ഇനി കുനിയരുത് ചെരിയരുത് എന്നൊക്കെ പറഞ്ഞതില് വല്ല കാര്യം ഉണ്ടാവുമോ? പിന്നെ കാര്യമില്ലാണ്ട് ഡോക്ടർമാർ അങ്ങനെ പറയോ? പ്രത്യേകിച്ച് ഇരട്ടക്കുട്ടികളാവുമ്പോഴേ നല്ല റെസ്റ്റ് വേണ്ടി വരും. ഇതൊരുമാതിരി പണിയായി പോയി. എന്നാലും കാക്കാക്ക് 2 ഇരട്ടക്കുട്ടികൾ ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോഴേ നല്ല സന്തോഷമല്ലമ്മ. നമ്മുടെ കുടുംബത്തിൽ ആദ്യമായിട്ടല്ലേ ഇരട്ടക്കുട്ടികൾ ഉണ്ടാവണേ. എന്ത് കുട്ടികളാണാവല്ലേ? 2 പെൺകുട്ടികളായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. 2 പെൺകുട്ടികളും കൂടി ആണെങ്കിലേ പിന്നെ എന്റെ കാര്യം തീർന്നു മോളെ. സ്വന്തമായിട്ട് 2 പെൺകുട്ടികളും കൂടി ആയാല് എന്റെ മാങ്ങാത്തിലൊന്നും പിന്നെ കാക്കാനെ കിട്ടും തോന്നണില്ല. അല്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ? എന്നാ പിന്നെ 2 ആൺകുട്ടികളും മതി. അതല്ലടി, കണക്ക് വെച്ച് നോക്കുമ്പോ 7-ാം മാസം വരെ ഓള് ഇവിടെ തന്നെ കാണൂലേ? ആ, നിക്കെങ്ങനെ അറിയാം? സാധാരണ പെൺകുട്ടികൾക്ക് പള്ളിയുണ്ടായി കഴിഞ്ഞാലേ സ്വന്തം വാപ്പാർക്കും മാർക്കുണ്ട് ഒരു പറച്ചില്, എന്നാ ഓള അങ്ങോട്ട് പോന്നോട്ടേന്ന്. ഇതിപ്പോ അതും കാണാനില്ല. ആ, അതിന് കാരണം ഉമ്മ തന്നെയാണ്. എപ്പോഴും താത്താന്റെ അപ്പിമ്മയെ അങ്ങോട്ടൊന്ന് കൊണ്ടോട്ടേന്ന് ചോദിക്കുമ്പോ കടിച്ച് കീറാൻ ചെല്ലില്ലല്ലേ നിങ്ങള്? അതുകൊണ്ട് താത്താക്കേ അങ്ങോട്ട് പോണ കാര്യം ചോദിക്കാൻ തന്നെ പേടിയേക്കാരോ. സാധാരണ ഞാൻ ഓളോൾക്ക് പോകാൻ സമ്മതിക്കണില്ലെങ്കിലും ഇപ്പൊ ഞാനും ചോദിക്കുകയാണെങ്കിൽ കണ്ണും പൂട്ടി പോയിക്കോന്നറിയും ഞാന്. അതെന്താ? മരിയോൾക്ക് ഇരട്ടക്കുട്ടികൾ ഉണ്ടാകാൻ പോവാന്ന് അറിഞ്ഞപ്പോ ഉമ്മാക്ക് പെട്ടെന്ന് സ്നേഹം കൂടിയാ. സ്നേഹവും കുറച്ചക്കറും ഉണ്ടായിട്ടൊന്നുമില്ല. നിക്ക് പണിയെടുത്ത് വെയ്യാണ്ടായിക്കണ് പെണ്ണേ. ബാക്കിയുള്ളവരെ നടു പൊളിയാണ്. പെരയത്തെ കാര്യങ്ങളും ഓള കാര്യങ്ങളും ഒക്കെ പാടെ എനിക്ക് മടുത്ത്. ഇതിപ്പോ ഓളണ്ട് പോകുകയെന്ന് വെച്ചാലേ ഓള കാര്യങ്ങൾ ഓളമ്മ കൊണ്ടാടിക്കോളുമല്ലോ. ഇങ്ങനെ കിടന്നാ മതിയല്ലോ. ഇപ്പോ 4 നേരം തിന്നാനടക്കം അങ്ങോട്ട് കൊണ്ടുവച്ചു കൊടുക്കണം. ഇത് പോനോട് പറയാൻ പറ്റുമോ? ആ, കാക്കാക്കും താത്താൻ അങ്ങോട്ട് പറഞ്ഞേക്കണോണ്ട് വലിയ താല്പര്യമില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. കാക്കാടെ വിചാരേ താത്താടെ ചെന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും താത്താക്കും വലിയ നോട്ടം കിട്ടൂലെന്നാ. ഇമ്മന്നല്ലേ തുടക്കത്തിൽ കാക്കാനോട് അങ്ങനെ പറഞ്ഞത്. അന്ന് പിന്നെ ഇരട്ടക്കുട്ടികളാണെന്നും റെസ്റ്റ് ആണെന്നും ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടെന്ന് അറിഞ്ഞേക്ക് നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോവിച്ചിട്ട് ആദ്യം തന്നെ അങ്ങനെ പറയാൻ നിന്നത്? ഇപ്പൊ നല്ല പണി കിട്ടിയില്ലേ? ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ, അതെ, താത്ത വിളിക്കുന്നുണ്ട്. ചെല്ലി ആദ്യമൊക്കെ ഉമ്മ വിളിക്കണോടത്തേക്ക് താത്ത ഓടി വരലായിരുന്നു. ഇപ്പൊ താത്ത വിളിക്കണോടത്തേക്ക് ഉമ്മ ചെല്ലണം. ഇത് പെണ്ണച്ചിന് വെറുതെ ഭ്രാന്തായിട്ടാ നിക്കണ്ടിട്ടാ. ചായ കുടിച്ചിട്ട് പോവാൻ നോക്ക്. എന്താ സൽമ? അല്ല, പിന്നെയും ഛർദിച്ചാ? അപ്പൊ ബക്കറ്റ് എന്തേ? ആ കൈക്ക് ഛർദിക്കാറില്ലേ? അതുമ്മ രാവിലെ ക്ലീൻ ആക്കാൻ വേണ്ടിയാണ് കൊണ്ടിരുന്നല്ലേ. ഞാൻ അതിന് വേണ്ടിയിട്ട് വിളിച്ചിരുന്നത്. അപ്പൊ അതിന് ഛർദിച്ചു. സാരില്ല, അവിടെ കിടന്നോ, ഞാൻ തുടച്ചോളാം. ഈ ബെഡ്ഷീറ്റിലൊക്കെ ആയിട്ടുണ്ട് കിട്ടമ്മ. ഇതും കൂടി മാറ്റേണ്ടി വരും. ഞാൻ തുടപ്പും ബക്കറ്റ് എടുത്തിട്ട് വരട്ടെ. പണ്ടാരാണ്ട് പറഞ്ഞ പോലെയാണ് പിന്നെ കാര്യം. ഒന്ന് പറയാനും പാകില്ല. എന്തമ്മ പിന്നെ ഛർദിച്ചാ? പിന്നെ ഇല്ലാണ്ട് എന്തെങ്കിലും കൊണ്ട് വയറ്റിക്ക് എത്തുമ്പോൾ അതൊക്കെ പാടി ഇങ്ങോട്ട് പോരും. എത്രയോ ഒരു ദിവസം തിരുമ്പി കൂട്ടാൻ തന്നെ ഉണ്ടാവണമെന്ന് അറിയോ? ഞാൻ എങ്ങനെയെങ്കിലേ ഓളോടക്ക് പറഞ്ഞേക്കാൻ പറ്റുമോ നോക്കട്ടെ. അല്ലാതെ എന്നെ കൊണ്ട് വയ്യത്. നിങ്ങൾക്ക് നോക്കാൻ വയ്യാന്നിട്ട് പറഞ്ഞേക്കാന്ന് അറിയുമ്പോഴേ കാക്കാക്ക് എന്താ തോന്നുക? അതുകൊണ്ടേ താത്താടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിക്കോട്ടെ എന്നുള്ള ലെവലിൽ പറഞ്ഞാൽ മതി. മറ്റേത് കാക്ക വിചാരിക്കും താത്താക്ക് വയ്ക്കണ കാലത്ത് മാത്രമേ നമുക്കൊക്കെ വേണ്ടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ താത്താടെ പേരേക്ക് നിർബന്ധിച്ച് പറഞ്ഞേക്കാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ ഇപ്പൊ നടക്കുള്ളൂ. സൽമ, ഇത് കുടിച്ചാളെ. ഞാൻ പോട്ടാ. ഞാൻ പോയിട്ട് താത്താക്ക് ഇങ്ങനെ ഒരേ കെടുപ്പ് കിടന്ന് ബോറടിക്കുണ്ടാവൂലേ? അത് പിന്നെ പറയാണ്ടോ മോളെ. പിന്നെ എല്ലാം എൻ്റെ കുട്ടികൾക്കും കൂടി വേണ്ടിയിട്ടല്ലേ. അതാ ഞാൻ പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ റെസ്റ്റ് എടുക്കണത്. അല്ലെങ്കിൽ ഈ ഇമ്മാനെ പറഞ്ഞാൽ മതി. ഇങ്ങനെ പ്രഗ്നന്റ് ആയിരിക്കണ എല്ലാ പെണ്ണുങ്ങൾക്കും സ്വന്തം വീട്ടിൽ പോയി നിൽക്കാൻ നല്ല പൂതി ഉണ്ടാവും. അല്ല താത്ത, ഈ ഇമ്മ സമ്മതിക്കാത്തോണ്ടല്ലേ? അങ്ങനെ താത്താക്ക് കുറച്ച് ദിവസം താത്താടെ വീട്ടിൽ പോയി നിന്നൂടെ?
എനിക്കിപ്പോ അങ്ങനൊന്നും ഇല്ലടി. ഇമ്മ എന്നെ നന്നായിട്ട് തന്നെയല്ലേ നോക്കണത്. സത്യം പറഞ്ഞ അവിടുത്തെ അമ്മക്ക് മുട്ടുവേദനയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് നമ്മളമ്മ നോക്കണ പോലൊന്നും അവിടുത്തെ അമ്മക്ക് ചിലപ്പോ നോക്കിയാൽ എത്തിയെന്ന് വരൂല. പിന്നെ ഞാൻ ഇവിടെ നിൽക്കണത് തന്നെ കാക്കാക്ക് സന്തോഷം. അടിപൊളി. ഞാൻ എന്നോട് അധികം പോയി നിൽക്കണത് നമ്മളമ്മക്ക് ഇഷ്ടമല്ലാന്ന് അറിയണോണ്ടേ കാക്ക് പറഞ്ഞേക്കണേ 7-ാം മാസത്തിൽ പോയാലും 2-3 ദിവസം നിന്നിട്ട് ഇങ്ങോട്ട് തന്നെ പോന്നാളേന്ന്. പിന്നെ പ്രസവത്തിന്റെ ഡേറ്റ് ആവുന്ന സമയത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയാൽ മതിയെന്ന്. അതന്നെ ആയിരിക്കുമല്ലോ ഉമ്മാക്കു സന്തോഷല്ലേ അമ്മ? നിക്കു അതൊക്കെ തന്നെ സന്തോഷം. പക്ഷെ എന്നാലും അന്റെ ഉപ്പാന്റെമാരും പൂതിമാണല്ലോ നമ്മള് കണക്കാക്കുക. ഓൽക്കും ഇപ്പൊ തന്റെ കടങ്ങിൽ പേരല്ലേ, ഓൽക്കുണ്ടാവില്ല ഇതൊക്കെ നാക്കി വെക്കാനൊക്കെ ഒരു പൂതി. അതൊന്നും സാരില്ല അമ്മ. അവിടുത്തെ അമ്മാനോടും ഉപ്പാനോടും ഞാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓരും പറഞ്ഞത് ഇക്കാട് ഇവിടുത്തെ അമ്മാടെ സന്തോഷം എന്താ വെച്ചാല് അതിനൊത്ത് നിന്നാ മതിയെന്നാ. ഇങ്ങോട്ട് കൊടുത്ത് പിന്നെ ഡെലിവറി വരെ നല്ലോണം റെസ്റ്റ് വേണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കണേ. 2 ആളല്ലേ. അത് മാത്രല്ല അവിടെ ആവുമ്പോ ഹോസ്പിറ്റലിലേക്കുള്ള വരവും പോക്കൊക്കെ ഒരുപാട് ദൂരാണ്. അതിനൊക്കെ എളുപ്പം നമ്മളോട് തന്നെ അല്ലേ. അതുകൊണ്ട് പ്രസവം വരെ എന്തായാലും ഇവിടെ തന്നെ നിൽക്കാൻ തന്നെ എന്റെ അഭിപ്രായം. ഇമ്മാക്ക് സന്തോഷായില്ലേ? മരുമക്കളെ സ്വന്തം വീട്ടിലേക്ക് പോലും പറഞ്ഞുവിടാതെ പണിയെടുപ്പിക്കുന്ന അമ്മായിമ്മമാർക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ഇടക്ക് നല്ലതാണ്. പണിയെടുക്കാൻ മാത്രമല്ല, ഇതുപോലുള്ള അമ്മായിമ്മമാർക്ക് ഇടക്ക് പണി കൊടുക്കാനും എല്ലാ മരുമകൾക്കും അവസരം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. സെൽമയുടെ അടുത്ത വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സെൽമയുടെ ഈ സന്തോഷവും സമാധാനവും എത്ര നാൾ നീണ്ടു നിൽക്കും എന്ന വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു.